തിരുവനന്തപുരം പനച്ചമൂട് പഞ്ചാങ്കുഴിയിൽ വീട്ടമ്മയെ കൊന്നു കുഴിച്ചിട്ടതായി സംശയം. 3 ദിവസം മുമ്പ് കാണാതായ പ്രിയമതയുടെ മൃതദേഹം സമീപ വീട്ടിൽ കുഴിച്ചിട്ടതായി നാട്ടുകാർ ആരോപിക്കുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത വിനോദ് എന്നയാൾ കുറ്റം സമ്മതിച്ചെന്നാണ് സൂചന. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അലക്സ്, 3 ദിവസം മുൻപാണ് ഇവരെ കാണാതായതെന്ന് മനസ്സിലാക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ സമീപത്തെ വീട്ടിൽ കുഴിച്ചിട്ടതായി നാട്ടുകാർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മറ്റോ ഉണ്ടോ ഇതിന്? കൃഷ്ണ, തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് പഞ്ചാങ്കുഴിയിലാണ് 3 ദിവസം മുമ്പ് വീട്ടമ്മയെ കാണാതായത്. 48-കാരിയായ പ്രിയംവദയാണ് കാണാതായത്. ഇവർ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയാണ് എന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ സെപ്പറേറ്റഡ് ആയിരുന്നു. 2 മക്കളുണ്ട്, അവരുടെ 2 പെൺമക്കളുണ്ട്. അവരുടെ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം ഇവർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 3 ദിവസം മുമ്പ് ഇവരെ കാണാതായി. ഇവരെ സമീപത്തെ വീട്ടിൽ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായി ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളറട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇതിന്റെ പ്രധാനമായി ഇവരുടെ വീടിന് സമീപം, അതായത് ഈ പഞ്ചാങ്കുഴിക്ക് സമീപം മറ്റൊരു വീട്ടിൽ ഇന്ന് സംശയാസ്പദമായ 2 പുരുഷന്മാരെ രാവിലെ അയൽവാസികൾ ശ്രദ്ധിച്ചിരുന്നു. സന്തോഷ് എന്നും വിനോദ് എന്നും, അവർ സഹോദരങ്ങളാണ്, ഈ സന്തോഷും വിനോദും. അങ്ങനെ 2 പുരുഷന്മാരെയാണ് ഇവർ ശ്രദ്ധിച്ചത്. അവർ തൊട്ടടുത്ത പള്ളി വികാരിയോട് ഈ വിവരം പറയുകയും അതുപോലെ പോലീസിനെ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തി ഈ 2 പുരുഷന്മാരെയും, അതായത് സന്തോഷിനെയും വിനോദിനെയും കസ്റ്റഡിയിലെടുത്തു. ഈ വിനോദിനെയും സന്തോഷിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസ്. ഇതിൽ സുപ്രധാനമായ ഒരു കാര്യം ഇപ്പോൾ പറയാനുള്ളത്, ഈ വിനോദ് കുറ്റം സമ്മതിച്ചതായി, അതായത് ഈ പ്രിയംവദയെ കൊലപ്പെടുത്തിയതാണ് എന്ന വിനോദ് സമ്മതിച്ചതായ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാട്ടുകാർ സംശയിക്കുന്നത് ശരിയാണ്. നാട്ടുകാർ പറയുന്നത് സമീപത്തെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട്. ആ വീട്ടിൽ പ്രിയംവദയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതാകാം എന്ന സംശയമാണ് ഈ നാട്ടുകാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പരിശോധന ആ വീട്ടിൽ നടത്തേണ്ടതുണ്ട്. നിലവിൽ ഈ 2 പേരും പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വെള്ളറട പോലീസിന്റെ ഒരു ടീം ഈ വീട്ടിലേക്ക് എത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പരിശോധന വേണം, ഈ നാട്ടുകാർ പറയുന്നത്. അങ്ങനെ കൊന്നെന്ന് സമ്മതിക്കുമ്പോഴും ഇയാൾ ആരാണ്, എന്തായിരുന്നു ഈ കൊലപാതകത്തിന്റെ മോട്ടീവ്, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന ലഭ്യമാണോ? കൃഷ്ണ, പ്രദേശവാസി തന്നെയാണ് ഈ വിനോദും സഹോദരൻ സന്തോഷും. പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് പ്രിയംവദയും വിനോദുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ആ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി തർക്കവും നിലനിന്നിരുന്നു. പ്രിയംവദ വിനോദിന് പണം നൽകാനുണ്ടായിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത് തിരികെ ചോദിക്കുമ്പോൾ തർക്കം നിലനിന്നിരുന്നു. അത് തർക്കത്തെ തുടർന്ന് പണം വാങ്ങാൻ വലിയ ബുദ്ധിമുട്ട് ഈ വിനോദ് കഴിഞ്ഞ ദിവസങ്ങളിലായി അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അത് അക്കാരണം കൊണ്ട് പ്രകോപിതനായതായിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വിനോദ് ഈ പ്രിയംവദയെ കൊലപ്പെടുത്തിയതായി എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നാണെങ്കിലും പോലീസ് സംശയിക്കുന്നുണ്ട്. പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ 2 പേരും ഉള്ളത്. വെള്ളറട പോലീസുമായി നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. പോലീസിന് ഈ സ്ഥലത്തെത്തി, അതായത് ഈ നാട്ടുകാർ സംശയിക്കുന്ന ഈ വീട്ടിലെത്തി മറ്റു പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട്. ക്രിസ്റ്റീന. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.